നമ്മുടെ ഉണ്ണീഷൻ അല്ല, ഡോക്ടർ ഉണ്ണീഷൻ വെറും പനി തലവേദനയും മാത്രം ചികിത്സിക്കുന്ന ഡോക്ടറല്ല, ഓപ്പറേഷൻ പണിയും പഠിച്ചിട്ടുണ്ട്. ഹൃദയം, ലിവറ്, ഇനിയിപ്പോ ക്യാൻസർ ആണെങ്കിൽ പോലും നമ്മുടെ നാട്ടുകാർ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. പിന്നൊരു കാര്യം, ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവാക്കി പഠിച്ചൊരു തൊഴിലാണ്. അതുകൊണ്ട് നല്ല പോലെ ഫീസും വാങ്ങിക്കും. എന്തിനാ ഇതൊക്കെ പറയണേ? അല്ലല്ലയാ, കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടെ. നാട്ടുകാരിലാണ്, നമ്മുടെ വൈദ്യന്റെ മകനാണ് എന്നൊക്കെ പറഞ്ഞോണ്ട് ഒരു 5 ഉറുപ്പിക ചൂട്ടി പിടിച്ചോണ്ട് ഇവിടെ വരും. ആദ്യം ഇവിടെ നടക്കില്ല. വിളക്ക് കൊടുത്താ. രാഹുകാലം കഴിഞ്ഞല്ലോ. എന്താ ഉണ്ണികൃഷ്ണൻ നോക്കി നിൽക്കണേ? ഞാൻ റെഡിയാ. ലക്ഷ്മിയുടെ വിളക്ക് കൊളുത്താൽ നേരിട്ട് അവള് സമയമായപ്പോ വലിഞ്ഞോ? പറഞ്ഞ പോലെ അവളെന്ത് ചെയ്യും? ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വരാം, നീ വാ. അമ്മേ, അമ്മേ. നല്ല ആളാ. ഇവിടെ വന്നിരിക്ക. മുഹൂർത്തായി. അവിടെ എല്ലാരും അമ്മയെ കിടന്ന് തിരക്കണു. എന്താ ഇത്? നല്ലൊരു കാര്യം നടക്കാൻ പോകുമ്പോ അമ്മ ഇങ്ങനെ കരഞ്ഞാലോ? എന്റെ കുഞ്ഞേഷൻ നാടൊട്ടുക്കും തെരഞ്ഞില്ലേ നമ്മള്? പത്രത്തിൽ പരസ്യവും കൊടുത്തു. എന്നിട്ട് അവന്റെ ഒരു വിവരമില്ലല്ലോ. പത്രം വായിക്കുന്ന സ്വഭാവം ഏട്ടന് പണ്ടേ ഇല്ലല്ലോ. അത് നമ്മൾ എന്താ ചെയ്യാ? എവിടെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞാ മതിയായിരുന്നു. ഉണ്ടാവും, അല്ലാതെ എന്ത് സംഭവിക്കാനാ ഏട്ടന്? അമ്മ സമാധാനമായിട്ടിരിക്കെ. ഏട്ടൻ തിരിച്ചു വരാതിരിക്കില്ല. എന്റെ മനസ്സ് അങ്ങനെ പറയണു. അമ്മ വാ. വാ അമ്മായി, വാ. വാ. നന്നായി വരട്ടെ. അത്തേക്കില്ല. ആദ്യമായിട്ടാ കുഴല് നിന്റെ നെഞ്ചത്ത് തന്നെ വെച്ചോളൂ. രാത്രിയുള്ള വലവിന്റെ അസ്കതിക്ക് നിന്റെ ചികിത്സ തന്നെ ആവട്ടെ. ഒന്ന് ശ്വാസം വലിച്ചു വിട്ടോളൂ. രാത്രി ശരിക്ക് വലിക്കുന്നുണ്ടാവും. ഈ മരുന്ന് ഇന്ന് തന്നെ വാങ്ങണം. എന്നും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഓരോന്ന് കഴിച്ചാൽ മതി. മാറിക്കോളൂ. വാങ്ങിച്ചോളൂ, ഐശ്വര്യമായിട്ട് വാങ്ങിച്ചോളൂ. ഒരുപാട് കൊടുത്ത കയ്യാ, കൈ നിറയെ പൊലിയും. ഇനി അടുത്ത രോഗി വന്നോളൂ, നമുക്ക് അങ്ങനെ വെളിയിലിരിക്കാം. പഠിച്ച് പട്ടം വാങ്ങുന്നതിലല്ല കാര്യം, അത് പ്രയോഗത്തിൽ വരുത്തുന്നില്ല. വരുന്ന രോഗികളോട് നന്നായിട്ട് പെരുമാറുകയും വേണം. അതൊന്നും ഉണ്ണീഷോട് പറഞ്ഞു കൊടുക്കണ്ട. മിടുക്കനല്ലേ അവൻ, മിടുക്കൻ. ഞാനും ലക്ഷ്മിക്കുട്ടിയും നേർച്ച എത്ര നേർന്നാന്നറിയുവോ അവൻ ഈ നിലയിൽ എത്തിക്കാണാൻ? ഞാനും എത്ര നേർച്ച നേർന്ന ആളിയാ. ആ വകയിൽ എനിക്ക് കാശ് എത്ര പോയി. ഇനി എനിക്കൊന്ന് വിശ്രമിക്കണം. അത് വേണോ അളിയാ? കണ്ട കാടും പടലയും പറിച്ചെടുത്ത കാച്ച് കഷായാണെന്ന് പറഞ്ഞ് ചുമ്മാ വിറ്റ് കാശുണ്ടാക്കണ പണിയല്ലേ? അത് നിർത്തണ്ട. എന്താ പറഞ്ഞ? ഈ മരുന്ന് ഷാപ്പിന്റെ ഉദ്ഘാടനം കഴിയട്ടെ എന്ന് വെച്ചാ അപ്പോ ഇനി നമ്മൾ തീരുമാനിച്ച കാര്യമായി നടത്താലോ. ഏത് കാര്യം? ഇന്ദുവിന്റെയും ഉണ്ണിയുടെയും കല്യാണത്തിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവൻ ഒറ്റയ്ക്കൊന്ന് പച്ച പിടിച്ചിട്ട് പോരെ? അത് കാര്യമില്ല. തെരയിളങ്ങിയിട്ട് കപ്പലോടിക്കേണ്ട പരിപാടി വേണ്ടളിയാ. പഠിപ്പ് കഴിയട്ടെ എന്ന് പറഞ്ഞ് ഇത്രയും നാളും കാത്തു നിന്നു. ഇനി പച്ച പിടിക്കട്ടെ എന്ന് പറഞ്ഞ് എത്ര നാളെ കാത്തു വയ്ക്കും. ഉടനെ നടത്താളിയാ. എനിക്ക് ആകെയുള്ള ഒരു മോളാ. അവളെ പിടിച്ച് അവന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ പിന്നെ സമാധാനമായിട്ട് എനിക്ക് കണ്ണടയ്ക്കാമല്ലോ. കണ്ണടയ്ക്കാൻ ധൃതിയായോ തനിക്ക്? അതല്ല, ശുഭശ്ച ശീക്രം എന്നാണല്ലോ. ഒരു ജോത്സ്യരെ വരുത്തി നല്ലൊരു ദിവസം കാണാം നമുക്ക്.